നമസ്കാരം. കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ മുൻപെങ്ങുമില്ലാത്ത വിധം അസ്വസ്ഥതകൾ പുകയുന്ന കാഴ്ചയാണ് നിലവിൽ ഇപ്പോൾ ദൃശ്യമാകുന്നത്. ഒരു കാലത്ത് ഇരട്ടച്ചങ്കനെന്നും കരുത്തുറ്റ ഭരണാധികാരി എന്നുമൊക്കെ വിശേഷിപ്പിക്കപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒറ്റപ്പെടലിനെ അഭിമുഖീകരിക്കുകയാണ്. ഭരണ തുടർച്ചയുടെ തിളക്കത്തിൽ മുന്നോട്ടു പോയ സർക്കാരിന് ഇപ്പോൾ സ്വന്തം പാളയത്തിൽ തന്നെ തിരിച്ചടികൾ നേരിട്ട് തുടങ്ങിയിരിക്കുന്നുവെന്നതാണ് വ്യക്തമാകുന്നത്. രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തുന്നത് പ്രകാരം ഭരണകൂടം ഇതുവരെ കാത്തുസൂക്ഷിച്ച പല സമവാക്യങ്ങളും തകരുന്നതിൻ്റെ സൂചനകളാണ് പുറത്തു വരുന്നത്. മുഖ്യമന്ത്രിയോടൊപ്പം നവോത്ഥാന മതിലുകൾ തീർത്തവരും തോളോട് തോൾ ചേർന്ന് നിന്നവരുമൊക്കെ തന്നെ ഇന്ന് അകലം പാലിക്കുന്നത് ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ഈ നിശബ്ദത വരാനിരിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റിൻ്റെ മുന്നോടിയാണെന്ന ആശങ്ക ഇടതുപക്ഷ കേന്ദ്രങ്ങളിൽ സജീവമാണ്. രണ്ട് പ്രമുഖ സമുദായ സംഘടനകൾ ഒരേ സമയം സർക്കാരിനെതിരെ പരസ്യമായി രംഗത്ത് വന്നത് ഭരണഘടനാപരമായിട്ടുള്ള പ്രതിസന്ധിയേക്കാൾ വലിയൊരു രാഷ്ട്രീയ ആഘാതമാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവനകൾ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ അടിത്തറയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. സർക്കാർ അതിൻ്റെ മുൻകാല തെറ്റുകൾ തിരുത്താൻ തയ്യാറാകണമെന്നും വിശ്വാസികളുടെ മനസ്സിനെ മുറിപ്പെടുത്തിയ തീരുമാനങ്ങൾ വേദനാജനകമായിരുന്നുവെന്നും അദ്ദേഹം തുറന്നടിക്കുമ്പോൾ അത് കേവലം ഒരു വിമർശനമല്ല, മറിച്ച് വ്യക്തമായ ഒരു താക്കീതാണ്. നവോത്ഥാന നായകൻ എന്ന പ്രതിച്ഛായ കെട്ടിപ്പടുക്കാൻ ശ്രമിച്ച മുഖ്യമന്ത്രിക്ക് തൻ്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായ പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള ഈ പിൻവാങ്ങൽ അത് വലിയ തിരിച്ചടിയാകുന്നു. ഭരണകൂടത്തിൻ്റെ ധൃതി പിടിച്ചുള്ള തീരുമാനങ്ങൾ ഇന്ന് അതേ സർക്കാരിനെ ഉത്തരം മുട്ടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. മറുവശത്ത് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ തൻ്റെ നിലപാടുകൾ നേരത്തെ തന്നെ കർക്കശമാക്കിയിട്ടുണ്ട്. പുരോഗമനം എന്നത് വിശ്വാസികളെ അടിച്ചമർത്തിക്കൊണ്ടാവരുത് എന്ന അദ്ദേഹത്തിൻ്റെ നിലപാട് മുഖ്യമന്ത്രിയുടെ ഭരണശൈലിക്കെതിരെയുള്ള നേരിട്ടുള്ള വിരൽ ചൂണ്ടലാണ്. സുപ്രീം കോടതിയിൽ സർക്കാർ നൽകിയ പഴയ സത്യവാങ്മൂലം തിരുത്താതെ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. സർക്കാരിൻ്റെ നിലപാടുകളിലെ ഇരട്ടത്താപ്പിനെതിരെ സുകുമാരൻ നായർ ഉയർത്തുന്ന ചോദ്യങ്ങൾ ഇന്ന് കേരളത്തിലെ ഒരു വലിയ വിഭാഗം വിശ്വാസികളുടെ ശബ്ദമായി തന്നെ മാറിയിട്ടുണ്ട്. കാലങ്ങളായിട്ട് ഇടതുപക്ഷത്തോടെ മൃദു സമീപനം പുലർത്തിയിരുന്നവർ പോലും ഇപ്പോൾ മറുകണ്ഠം ചാടുന്നത് ഭരണകൂടത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ഗുരുതരമായിട്ട് ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഭരണതലത്തിലെ ആശയക്കുഴപ്പങ്ങൾ ജനമധ്യത്തിൽ കൂടുതൽ വ്യക്തമാകുന്നത് മന്ത്രിമാരുടെ പ്രതികരണങ്ങളിലൂടെയാണ്. നിയമമന്ത്രി P. രാജീവ് ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ കൃത്യമായ മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറുന്നത് സർക്കാരിനുള്ളിലെ ഭയത്തെയാണ് സൂചിപ്പിക്കുന്നത്. സങ്കീർണമായ ഭരണഘടനാ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് തടിയൂരാൻ ശ്രമിക്കുമ്പോഴും 10 മിനിറ്റ് കൊണ്ട് തിരുത്താവുന്ന ഒരു സത്യവാങ്മൂലം മാസങ്ങളായിട്ട് വൈകിപ്പിക്കുന്നത് എന്തിനാണെന്ന ചോദ്യത്തിന് സർക്കാരിന് മറുപടിയില്ല. വിശ്വാസികളുടെ വോട്ട് വേണം, എന്നാൽ നിലപാടുകളിൽ വ്യക്തത വരുത്താൻ കഴിയില്ല എന്ന ഈ നയം അത് ഇടതുപക്ഷത്തെ വലിയൊരു രാഷ്ട്രീയ ഗർത്തത്തിലേക്കാണ് നയിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉയർത്തുന്ന കൃത്യമായ ചോദ്യങ്ങൾക്ക് മുന്നിൽ മുഖ്യമന്ത്രി പുലർത്തുന്ന മൗനം രാഷ്ട്രീയ പരാജയത്തിൻ്റെ ലക്ഷണമായി തന്നെ പലരും കണക്കാക്കുന്നുണ്ട്. വരാനിരിക്കുന്ന ഏപ്രിൽ 7-ാം തീയതി കേരള രാഷ്ട്രീയത്തിലെ നിർണായകമായൊരു ദിനമായിരിക്കും. അന്നാണ് സുപ്രീം കോടതിയുടെ 9-അംഗ ഭരണഘടനാ ബെഞ്ച് ഈ വിവാദ വിഷയങ്ങളിൽ വാദം കേൾക്കുന്നത്. ഇതൊരു സാധാരണ കോടതി നടപടി എന്നതിലുപരിയായിട്ട് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെയും CPM എന്ന പ്രസ്ഥാനത്തിൻ്റെയും ഭാവി നിർണ്ണയിക്കുന്ന വിധി തീർപ്പായിരിക്കും. കോടതി മുറിയിൽ സർക്കാർ അഭിഭാഷകർക്ക് പുതുതായിട്ട് ഒന്നും പറയാനില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. പഴയ നിലപാടുകളിൽ ഉറച്ചു നിന്നാൽ അത് വിശ്വാസികളെ വീണ്ടും പ്രകോപിപ്പിക്കുകയും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ അത് തിരിച്ചടിയാവുകയും ചെയ്യുന്നതാണ്. എന്നാലോ ഈ നിലപാട് മാറ്റിയാൽ അത് രാഷ്ട്രീയപരമായിട്ടുള്ള കീഴടങ്ങലായിട്ട് വ്യാഖ്യാനിക്കപ്പെടും. ഈ ഇരട്ട പ്രതിസന്ധിയാണ് ഇപ്പോൾ സർക്കാരിനെ ഏറെ വേട്ടയാടുന്നത്. ചുരുക്കത്തിൽ ഭരണകൂടത്തിൻ്റെ അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനും മേൽ കോടതിയും ജനവികാരവും ഒരുപോലെ ആഞ്ഞടിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. 9-അംഗ ബെഞ്ചിൻ്റെ ഓരോ നിരീക്ഷണവും കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്നതായിരിക്കും. ഇതുവരെ പടുത്തുയർത്തിയ അധികാര സമവാക്യങ്ങൾ തകർന്നടിയുകയും പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ രൂപപ്പെടുകയും ചെയ്യാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല. ജനപിന്തുണയും സമുദായ പിന്തുണയും ഒരേപോലെ നഷ്ടപ്പെടുന്ന ഒരു ഭരണാധികാരിക്ക് കോടതിയിൽ നിന്നും തിരിച്ചടി ലഭിച്ചാൽ അത് ഇടതുപക്ഷത്തിൻ്റെ തകർച്ചയുടെ തുടക്കമായിരിക്കും. കേരളം ഉറ്റുനോക്കുന്നത് ആ ഏപ്രിൽ 7-ാം തീയതിയിലേക്കാണ്. ഏതായാലും അന്ന് പുറത്തു വരുന്ന വിധി അത് തീർച്ചയായിട്ടും ഒരു സ്ഫോടനമായിരിക്കും ഉണ്ടാക്കുക.